السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. الصلاة والسلام على رسول الله وعلى آله وصحبه ومن دعا بدعوته واتبع بسنته واقتدى بقدوته ونصح لأمته إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ നമ്മുടെ ഈ രാജ്യത്ത് കഴിഞ്ഞ 60-ലേറെ വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദർശ പ്രസ്ഥാനത്തെ അടുത്തറിയുവാനും മനസ്സിലാക്കുവാനും അവസരം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഈ പ്രദേശത്തെ അതിന്റെ പ്രവർത്തകരും അനുഭാവികളും അഭ്യുദയകാംക്ഷികളും ഒരുക്കിയിട്ടുള്ള ലളിതമായ ഒരു പൊതുസമ്മേളനമാണിത് എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ തന്നെ ഭാഗമായി മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് സാമാന്യമായി ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രസംഗം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ സംസാരത്തിൽ വ്യത്യസ്തങ്ങളായ പല വിഷയങ്ങളെ സംബന്ധിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ എല്ലാ വിഷയങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ, വീക്ഷണകോണിൽ നിങ്ങളുടെ മുമ്പിൽ സംക്ഷിപ്തമായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സമ്പ്രദായം മതസംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വെവ്വേറെയുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവർത്തനത്തിൻ്റെതാണ്. മനുഷ്യന്റെ കുറെ കാര്യങ്ങൾ നോക്കുന്നത് മതസംഘടനകളാണ്. നിങ്ങളാരെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപാട് മതസംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെ ഈ സദസ്സിൽ പ്രായം ചെന്ന ആളുകളുണ്ട്. അവരോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു 50 കൊല്ലം മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം മതസംഘടനകളില്ല. വളരെ കുറച്ച് മതസംഘടനകളെ ഉള്ളൂ. ഞാൻ പറയുന്നത് മുസ്ലിം മതസംഘടനകളെ സംബന്ധിച്ച് മാത്രമല്ല, ഹിന്ദു സമൂഹത്തിൽ ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ഇത്രയധികം കേന്ദ്രങ്ങളും മതസംഘടനകളും ആത്മീയ ആചാര്യന്മാരും ആണും പെണ്ണുമായിട്ടൊക്കെയുള്ള ആൾ ദൈവങ്ങളുമൊന്നും ഇത്രയേറെ ഉണ്ടായിരുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. അവരുടെ മതപരമായ കാര്യങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും സുവിശേഷ പ്രസംഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ആത്മീയമായ അവരുടെ ആ പൗരോഹിത്യജന്യമായ പ്രവർത്തനങ്ങളും ഇന്നീ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല ഒരു 50 വർഷം മുമ്പ്.
മുസ്ലിം സമുദായത്തിന്റെയും വിഷയം അങ്ങനെ തന്നെയാണ്. പള്ളികൾ മുതൽ പാഠശാലകൾ വരെയുള്ള മതപരവും അല്ലാത്തതുമായ മുസ്ലിം സമുദായത്തിന്റെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നോക്കി നടത്തുകയും മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന മതപണ്ഡിതന്മാരും അതുപോലെയുള്ള ആളുകളും ഇത്ര നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഇന്നൊരു മിനി ബസ്സിൽ കയറിയാൽ ഒരു 4-5 മതപണ്ഡിതന്മാരുടെ വേഷമണിഞ്ഞ ആളുകളെ കാണാൻ പറ്റും. അത്രയും ആളുകൾ ഇന്ന് സുലഭമാണ്. എല്ലാ പ്രദേശത്തും അങ്ങനെയാണ്. മുമ്പ് ഒരു ഗ്രാമത്തിൽ ഒരു മതപണ്ഡിതനെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് ഗ്രാമത്തിൽ സാധാരണക്കാർ കുറവാണ് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത് നല്ലതോ ചീത്തയോ എന്നതല്ല ഇപ്പോഴത്തെ എന്റെ വിഷയം. ഞാൻ പറയാൻ പോകുന്നത് എന്താണ് എന്ന് ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്രയധികം മതപരമായ കാര്യങ്ങളും മതപണ്ഡിതന്മാരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇപ്പോ സുലഭമായിട്ട് മതസംഘടനകളും മതപ്രഭാഷണങ്ങളും പരിപാടികളുമുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് സമ്മേളനങ്ങളുണ്ട്. നിരന്തരം ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ സ്റ്റേജിൽ നിന്ന്. ഇത് മതത്തിന്റെ കാര്യം മാത്രമല്ല. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിന് മാത്രം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയമായ ദൗത്യമുണ്ട്, ലക്ഷ്യമുണ്ട്, കർമ്മ പരിപാടികളുണ്ട്. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് പലതും പിളർന്നും തളർന്നും വളർന്നും അങ്ങനെയൊക്കെ കൂടി പല കോലത്തിൽ വളരെ സജീവമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ മതസംഘടനകളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോടോ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കേണ്ട, അവരിങ്ങോട്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കണ്ടു പറയും അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന്. മതസംഘടനകളും നമ്മളോട് അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയാൻ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. ഗ്രഹസമ്പർക്ക പരിപാടികളുണ്ട് മതസംഘടനകൾക്ക്. എല്ലാ മതസംഘടനകൾക്കും സ്വന്തമായിട്ട് ഓഫീസുകൾ, ലെറ്റർ ഹെഡുകൾ, സീലുകൾ, സ്റ്റാമ്പുകൾ, കൊടികൾ, മുദ്രാവാക്യങ്ങൾ, ജനസമ്പർക്ക പരിപാടികൾ, പൊതുസമ്മേളനങ്ങൾ, വമ്പിച്ച മഹാസംഗമങ്ങൾ എല്ലാം ഉണ്ട്. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ഗ്രഹാങ്കണ യോഗങ്ങളും അയൽക്കൂട്ടങ്ങളും തുടങ്ങി വമ്പിച്ച സംഗമങ്ങൾ വരെ വലിയ വലിയ ജനമുന്നേറ്റങ്ങൾ ഉൾപ്പെടെ ധാരാളം പരിപാടികൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ഈ മതസംഘടനകളുടെ നേതാക്കന്മാർക്ക് അങ്ങനെ വിശ്രമമില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ കുട്ടികളോടും ഭാര്യമാരോടും ഒത്ത് കഴിയുന്നത് പോലെ സുഖസുന്ദരമായിട്ട് ഈ മതസംഘടനകളുടെ നേതാക്കന്മാർക്ക് വീട്ടിൽ കഴിയാൻ സമയമില്ല. അവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടടാ ഓട്ടമാണ്. ഏതാണ്ട് എല്ലാ ദിവസവും അവർ പരിപാടികളിലും പ്രഭാഷണങ്ങളിലുമാണ്. വലിയ തിരക്കിലാണ് ചുരുക്കി പറഞ്ഞാൽ അവരുള്ളത്. തീരെ വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് അവരുടേത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. ഇനി നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി ആലോചിച്ച് നോക്കൂ. അവർക്കും തീരെ വിശ്രമമില്ല. അവരും വളരെ തകൃതിയായ ശ്രമങ്ങളിലാണ്. നിരന്തരം ചെറുതും വലുതുമായ സമ്മേളനങ്ങളിലും അതുപോലെയുള്ള പരിപാടികളിലും അവരും ഏർപ്പെട്ടിരിക്കുന്നു. ഇത്രയുമൊക്കെ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത്രയധികം മതസംഘടനകളോ മതപരമായ പരിപാടികളോ ഇല്ല. ഇത്രയധികം തെക്കുവടക്കുള്ള ഈ നേതാക്കന്മാരുടെ ഓട്ടമില്ല. ഇത്രയധികം പ്രഭാഷണങ്ങളില്ല. ഇത്രയധികം സലാത്ത് വാർഷികങ്ങൾ, ദുആ സമ്മേളനങ്ങൾ, രോഗശാന്തി ശുശ്രൂഷകൾ, അഖണ്ഡനാമയജ്ഞങ്ങൾ യാതൊന്നുമില്ല. ഒരു സമുദായത്തിനകത്തും കാര്യമായിട്ട് ഇത്തരം പരിപാടികളില്ല 50 വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്രയധികം പരിപാടികളോ ഇതിലെ ഇത്രയേറെ നേതാക്കന്മാരോ ഇല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ രാജ്യത്ത് താരതമ്യേന അതിന്റെ ധാർമ്മികമായ നിലവാരം, പരസ്പരമുള്ള മനുഷ്യർ, പരസ്പരമുള്ള ബന്ധം, പരസ്പരമുള്ള സ്നേഹം, പരസ്പരമുള്ള ആദരവ്, പരസ്പരമുള്ള അംഗീകാരം എല്ലാം ഇന്നത്തേതിനേക്കാളും നല്ല രീതിയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഇവരെല്ലാവരും കൂടി ചികിത്സ തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറുകയല്ല, നമ്മുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ മതസംഘടനകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടികൾ എവിടെയാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? മതസംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ ശ്രമങ്ങളും സാന്നിധ്യവും വർദ്ധിച്ചപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വളരെയധികം കുറയേണ്ടിയിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ മുൻകാലത്തെ അപേക്ഷിച്ച് കുറയുകയല്ല, വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പത്രങ്ങളിൽ നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. ക്രിമിനൽ കേസുകളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേര് നോക്കിയാൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം വളരെയധികം മുന്നിലാണ്. അവിടെ ഒരു കമ്മീഷന്റെയും ഒരു സംവരണത്തിന്റെയും ഒരു ആനുകൂല്യത്തിന്റെയും ആവശ്യമില്ല. ഒരു 4-5
ആളുകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2, 3, 4 ആളുകൾ മുസ്ലിം സമുദായത്തിലെ നല്ല നല്ല ആ ഉത്തമ നൂറ്റാണ്ടിലെ ഉന്നതരായ സഹാബി വര്യന്മാരുടെ പേരുള്ളവർ. അവരിങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിൽ പണ്ട് ആമിർ ആ രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് നിന്ന നിൽപ്പ് ഇവരിപ്പോൾ നിൽക്കുന്നത് ഈ പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിന്റെ മുമ്പിലാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തുകൊണ്ട് ഈ സമുദായം ഇങ്ങനെയായി? ഇത്രയധികം മതസംഘടനകളും ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികളും രാവും പകലുമില്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ചെറുതും വലുതുമായ എല്ലാ പരിപാടികളുമായി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിനും നമ്മുടെ നാട്ടിന് പൊതുവിലും അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്നാമതായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ കൂടെ വരണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ മതസംഘടനകളോട് ചോദിക്കണം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? മതസംഘടനകൾ പറയും, ഞങ്ങൾ മനുഷ്യരുടെ അകം നന്നാക്കുവാനാണ് പണിയെടുക്കുന്നത്. അവരിടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിലും പ്രസ്താവനകളിലും ലേഖനങ്ങളിലുമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്കില്ല. രാഷ്ട്രീയക്കാർ ഇവരോടും എല്ലാവരോടും പൊതുവായിട്ട് ഉത്ബോധിപ്പിക്കാറുണ്ട്, നിങ്ങൾ മതത്തിന്റെ ആളുകളല്ലേ, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണ്ട. അപ്പൊ ഇവരങ്ങോട്ടില്ല എന്ന് ഈ മതസംഘടനകളുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപേക്ഷിക്കുക എന്ന പ്രയോഗമല്ല അവിടെ ഭംഗി, ഇവരോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്ന്. അപ്പോൾ നിങ്ങളെവിടെ പ്രവർത്തിക്കണം, ഞങ്ങളെവിടെ പ്രവർത്തിക്കണം? ഇത് നമുക്ക് രണ്ടു കൂട്ടർക്കും വളരെ കൃത്യമായിട്ട് വേർതിരിയേണ്ടതുണ്ട്. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം മതനേതാക്കന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ, എല്ലാ സമുദായത്തിലെയും മതനേതാക്കന്മാരോട് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ മതനേതാക്കന്മാർ പറയും, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെ അകം ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യന്റെയും അന്തരംഗത്തിൽ പൈശാചികതയുടെ ഒരു പിടിവലിയുണ്ട്. മൃഗീയതയുടെ ഒരു തരം ഒരു തരം വിളയാട്ടമുണ്ട്. എല്ലാ മനുഷ്യരുടെയും അന്തരംഗത്തിൽ അങ്ങനെയുണ്ട്. വിശുദ്ധ ഖുർആനും പറയുന്നു, ഫഅൽഹമഹാ ഫുജൂറഹാ വനഫ്സിൻ വമാ സവ്വാഹാ വഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ആ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ധർമ്മങ്ങളെ സംബന്ധിച്ച ഒരു ബോധനം നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു അന്തസംഘർഷം ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് മതസംഘടനകളായ മതസംഘടനകളൊക്കെയും ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ വിഭാഗത്തിന്റെയും നേതാക്കന്മാർ മേലാളന്മാർ പറയുന്നു, ഞങ്ങൾ ശ്രമിക്കുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ഈ വീടാന്തരം കയറി ഇറങ്ങുന്നത്, ഞങ്ങൾ ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നത്, ഞങ്ങൾ ഈ സ്ഥാപനങ്ങളും ഈ കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ജനങ്ങളുടെ അകം ശുദ്ധീകരിക്കുവാനാണ്, പൈശാചികതയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ്, അവരെ സംശുദ്ധരാക്കുവാനാണ്, ഉജ്ജ്വലമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി അവരെ വാർത്തെടുക്കണമെങ്കിൽ അവരുടെ അകം ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ മതസംഘടനകളുടെ നോട്ടം നമ്മുടെ ഉള്ളിലോട്ടാണ്, നമ്മുടെ പുറം അവരുടെ വിഷയമല്ല. അതേസമയം രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വന്നാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കണ്ട, അവരിങ്ങോട്ട് വന്നിട്ട് പറയും അവരെന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അങ്ങനെ രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ വിഷയം, ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ, നിങ്ങളുടെ വസ്ത്രത്തിന്റെ, നിങ്ങളുടെ പാർപ്പിടത്തിന്റെ ഇത്തരം പ്രശ്നങ്ങളാണ് അടിസ്ഥാന പ്രശ്നം. ഇത് പരിഹരിക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുഖ്യ വിഷയം ഈ പറയപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യം നമ്മുടെ പുറം നന്നാക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൂട്ടർ നമ്മുടെ അകം നന്നാക്കുവാൻ, വേറെ ഒരു കൂട്ടർ നമ്മുടെ പുറം നന്നാക്കുവാൻ, നമ്മുടെ ഉള്ളിൽ നന്നാക്കി ശുദ്ധീകരിച്ചെടുക്കുവാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബാഹ്യമായ ഐശ്വര്യത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, സമ്പന്നതയ്ക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി വേറെ ഒരു കൂട്ടരല്ല ഒരുപാട് കൂട്ടർ രാഷ്ട്രീയം എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടർ അകം നന്നാക്കുവാനും വേറൊരു കൂട്ടർ പുറം നന്നാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ മനുഷ്യനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം. രണ്ട് വഴിക്കാണ് ചികിത്സ. അങ്ങനെ ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ സാധാരണ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങാറുണ്ടല്ലോ. നമ്മളൊരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ VCRോ വേറെന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഉൽപ്പന്നം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ബോക്സ് പൊട്ടിക്കുന്നു. അതിന്റെ പെട്ടി തുറക്കുമ്പോ അതിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും അതിന്റെ കാറ്റലോഗ്. ഇത് ശ്രദ്ധാപൂർവം വായിക്കും വിവരമുള്ള ആളുകൾ. അത് വായിച്ചു നോക്കിയതിന് ശേഷമേ ഈ സാധനങ്ങൾ ഘടിപ്പിക്കാൻ, ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയുള്ളൂ. വിവരമില്ലാത്തവർ ആദ്യം ഇതെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് 2-3 എണ്ണം കാര്യമായത് ബാക്കിയാകുമ്പോ എടി എവിടെ ആ ബുക്ക് എന്ന് ചോദിക്കും. അപ്പോഴേക്ക് ഈ കുട്ടി ബുക്കൊക്കെ ഏതാണ്ട് ഒരു കോലത്തിലാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാറ്റലോഗുകൾ.
അപ്പൊ ഈ വിപണിയിൽ ഓരോ സംഗതികൾ, ഓരോ മെഷീനും, ഓരോ യന്ത്രവും, ഓരോ ഉൽപ്പന്നവും വിപണിയിൽ ഇറക്കുമ്പോൾ ആ കമ്പനി തന്നെ അതിന്റെ കൂടെ ഒരു കാറ്റലോഗ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പനിയുടെ വാഷിംഗ് മെഷീനും വേറൊരു കമ്പനിയുടെ കാറ്റലോഗും, അങ്ങനെയല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതേ കമ്പനിയുടെ കാറ്റലോഗ് വെച്ചുകൊണ്ട് ആ കമ്പനിയുടെ ഉൽപ്പന്നത്തെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഓരോ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നത്തിന്റെ കൂടെയും കാറ്റലോഗ് ഉണ്ട്. ഈ ദുനിയാവിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും അത്ഭുതസുന്ദരമായ ഒരു സൃഷ്ടി അല്ലെങ്കിൽ കണ്ടുപിടുത്തം, ഏറ്റവും വലിയ കണ്ടുപിടുത്തം, എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും കാരണമായ കണ്ടുപിടുത്തം മനുഷ്യൻ എന്ന് പറയുന്ന ഈ അത്ഭുതസുന്ദരനായ ഈ ജീവിയാണ്. ആരാണോ ഈ മനുഷ്യനെ വിപണിയിൽ ഇറക്കിയത് ആ ശക്തി തന്നെ ഇതിന്റെ കൂടെ ഒരു കാറ്റലോഗും ഇറക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഈ ദുനിയാവിൽ ഫിറ്റ് ചെയ്യണം, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വ്യവഹരിക്കണം, അതിനാണ് ദൈവികമായ നിയമസംഹിത എന്ന് പറയുന്നത്. ഈ നിയമസംഹിത മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു കമ്പനിയുടെ കാറ്റലോഗ് എടുത്തുകൊണ്ട് അതിന്റെ ഒരു ഭാഗവും വേറൊരു കമ്പനിയുടെ കാറ്റലോഗ് അനുസരിച്ച് ഒരു ഉൽപ്പന്നത്തിന്റെ തന്നെ മറ്റൊരു ഭാഗവും നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തബദ്ധമാണോ ഈ ചെയ്യുന്നത്, അതേ അബദ്ധമാണ് നമ്മുടെ മതസംഘടനകളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യന്റെ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അധികം വിശദീകരിക്കാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ചികിത്സകന്മാരുടെ ചികിത്സകളൊന്നും മനുഷ്യന് ഫലിക്കാതെ പോയതിന്റെ കാരണം എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആഴത്തിൽ ചിന്തിക്കണം നമ്മളെപ്പറ്റി. നമ്മുടെ അകം ശുദ്ധീകരിക്കാൻ അവരുണ്ടെന്നും നമ്മുടെ പുറം ശുദ്ധീകരിക്കാൻ ഇവരുണ്ടെന്നും നമ്മെ രണ്ടു കൂട്ടർക്ക് നിങ്ങൾ വീതം വെച്ച് നൽകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കാത്തിടത്തോളം കാലം മാനവ സമൂഹം ഇന്ന് എത്തി നിൽക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന്, ഈ അധമത്വത്തിൽ നിന്ന്, ഈ മൃഗീയതയിൽ നിന്ന്, ഈ പൈശാചികതയിൽ നിന്ന് ഒരിക്കലും തന്നെ മോചനം നേടുക സാധ്യമല്ല എന്ന് തീർത്തു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വേണമെങ്കിൽ എനിക്ക് വേറൊരു ഉദാഹരണത്തിലൂടെയും വ്യക്തമാക്കാം. ആ ഉദാഹരണം ഞാൻ ഇപ്രകാരം പറയാൻ ഉദ്ദേശിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാകല്യമാണ്, ഒരു സമഗ്രമായ ഒരു ജീവിയാണ്. മനുഷ്യന്റെ തലയിലത്തെ തലയുടെ മുകളിലത്തെ മുടി മുതൽ കാലിന്റെ അടിയിലത്തെ തൊലി വരെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു മനുഷ്യനെ പിടിച്ചിട്ട് മുറിച്ചിട്ട് ഒരാളുടെ തല ഛേദിച്ചെടുത്തിട്ട് ആ തലയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. വെറുതെ ഒരു ഉദാഹരണം പറയാം. ഇതൊക്കെ നാട്ടിൽ ഇപ്പൊ തമാശക്ക് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാനിപ്പോ അത്ര സീരിയസ് ആയിട്ടല്ല, ഒരു ഉദാഹരണം എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ തലയുമായിട്ട് അങ്ങനെ വരുന്നു. എന്നിട്ട് അയാൾ പറയാണ്, എന്റെ അടുത്ത് ഒരു മനുഷ്യന്റെ തലയുണ്ട്, പക്ഷെ തല മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഉടലിന്റെ പണിയൊന്നും ഇതിന് ചെയ്യാൻ കഴിയില്ല, കാലും കൈയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാനും പിടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ തലയാണ്. വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ ഇതിലാ ഉള്ളത്. ഓർക്കണം, കണ്ണ്, നാക്ക്, മൂക്ക് എല്ലാം ഈ തലയിലുണ്ട്. അതുകൊണ്ട് ആ തലയുടെ ഉപയോഗം ഇതുകൊണ്ട് കിട്ടും. അങ്ങനെ തല പ്രവർത്തിക്കോ? തല മാത്രം ഛേദിച്ചെടുത്തിട്ട് തലയുടെ ഉപയോഗം മതി, കൈയിന്റെ ഉപയോഗം വേണ്ട, കാലിന്റെ ഉപയോഗം വേണ്ട എന്ന് പറഞ്ഞാൽ തല പ്രവർത്തിക്കുമോ? തല ഒരിക്കലും തന്നെ പ്രവർത്തിക്കില്ല. തല പ്രവർത്തിക്കണമെങ്കിൽ അത് അതിന്റെ സൃഷ്ടാവായ നാഥൻ ഘടിപ്പിച്ച അതേ ഘടനയിൽ നിലകൊള്ളണം. അപ്പൊ എല്ലാ അവയവങ്ങളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ഈ ചെറുവിരലുണ്ടല്ലോ, 5 വിരലുണ്ട്, ഇത്രയൊന്നും വേണ്ട ശരിക്ക് എന്ന് നമുക്ക് തോന്നും. എവിടെയെങ്കിലൊക്കെ തട്ടി ഈ ചെറുവിരലിൽ ഒരു മുറിവുണ്ടായി നോക്കണം. നമ്മൾ വളരെ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഈ ചെറുവിരലിൽ ഒരു മുറിവുണ്ടായി നോക്കണം. എവിടെ തൊട്ടാലും ആദ്യം തട്ടുന്നത് ആ മുറിവായിരിക്കും. അപ്പോഴാണ് നമുക്കറിയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ചെറിയ വിരലിനുള്ള സ്ഥാനം. ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ വിഷയത്തിന്റെ മർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴാണ് ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയൂ. അതായത് പടച്ച തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ഘടനയുണ്ട്. ആ ഘടനയിലാണ് മനുഷ്യൻ നിലകൊള്ളുന്നതെങ്കിൽ എല്ലാ അവയവങ്ങളും പ്രവർത്തനക്ഷമമാണ്. ഒരാളുടെ കൈ മാത്രം ഛേദിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരാൾ പറയാണ്, എന്റെ അടുത്തൊരു മനുഷ്യന്റെ കൈയുണ്ട്, കൈ മാത്രം ഇവിടെ കൊണ്ടുള്ളതാണ്. അത് നമുക്കിങ്ങനെ എന്തെങ്കിലും എടുക്കാനും പിടിക്കാനൊക്കെ ഉപയോഗിക്കാം. മറ്റു ഭാഗങ്ങളില്ലാത്തത് കൊണ്ട് മറ്റവയവങ്ങളുടെ ഗുണം കിട്ടൂല. കൈ മാത്രമേ ഉള്ളൂ, കൈയിന്റെ പ്രയോജനം. അങ്ങനെ കൈ പ്രവർത്തിക്കോ? കയ്യാ മുറിച്ചെടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കത് നിർജീവമായി, പിന്നീട് അത് ഇരിക്കുന്നിടത്തോളം ദുഷിക്കും, അങ്ങനെ നാറും. പരിസരവാസികൾക്ക് പോലും പ്രയാസകരമാകുന്ന രീതിയിൽ ഒരു ശല്യമായിട്ട്, ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനമായിട്ട് ഈ കൈ മാറും. അതേസമയം കൈ നാഥൻ ഘടിപ്പിച്ച അതേ ഘടനയിൽ നിലകൊള്ളുമ്പോഴോ വളരെയധികം ഉപകാരമുള്ള വിചിത്രമായ ഒരു അവയവമാണ് മനുഷ്യന്റെ കൈ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാൻ ഇസ്ലാം തന്നിട്ടുള്ളത്. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിലത്തെ മുടി മുതൽ കാലിന്റെ അടിയിലത്തെ തൊലി വരെ എല്ലാം നാഡീ നരമ്പുകളാൽ പരസ്പരം ബന്ധിതനായ ഈ മനുഷ്യനുണ്ടല്ലോ, ഛേദിച്ചു മാറ്റാൻ കഴിയാത്ത മനുഷ്യനുണ്ടല്ലോ, മുറിച്ച് വേർപ്പെടുത്തിയിട്ട് ഓരോ പീസായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ ദീനുൽ ഇസ്ലാമിനെ അങ്ങനെ തന്നെ സമീപിക്കണം.
സമീപിക്കണം. എങ്ങനെ? ദൈവം എപ്രകാരം അതിനെ തന്നോ അപ്രകാരം അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൽ നിന്നൊരു കൂട്ടർ പറയുന്നു, ഞങ്ങൾ ഇസ്ലാമിന്റെ ആത്മീയതയാണ് പ്രധാനം. ആത്മീയതയാണല്ലോ എപ്പോഴും പ്രധാനം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ ആത്മീയത മതി. ഇസ്ലാമിന്റെ ആരാധനാ കാര്യങ്ങൾ ഞങ്ങൾ വളരെ നിഷ്ഠയോടെ ചെയ്യും. അതിന്റെ സുന്നത്തുകളുടെ അവസാനത്തെ ആ ബിന്ദുവിൽ വരെ വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അവിടെ ഞങ്ങളൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. അത് വളരെ ചിട്ടയോടെ ഞങ്ങൾ ചെയ്യും. ആത്മീയമായ കാര്യങ്ങൾ, അതിന്റെ ദിക്റുകൾ, അതിന്റെ തസ്ബീഹുകൾ, അതിന്റെ തഹ്മീദുകൾ, അതിന്റെ പ്രാർത്ഥനകൾ, അതിന്റെ ഔറാദുകൾ, അങ്ങനെ 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 എല്ലാം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും. പക്ഷേ ആത്മീയതയാണ്, ആത്മീയതയുടെ ഫലം മതി. അങ്ങനെ ആത്മീയത പ്രവർത്തിക്കില്ല. വേറൊരു കൂട്ടർ പറയുന്നു, ഞങ്ങൾ ഇസ്ലാമിന്റെ സാമ്പത്തിക വശം മാത്രം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ വശം മാത്രം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാമൂഹിക നീതിയുടെ വശം മാത്രം, മറ്റു വശങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പിന്നീട് ഇരിക്കട്ടെ. തൽക്കാലം അതിലേക്കൊന്നും പോകാൻ ഇപ്പോ നമ്മുടെ ഈ സാമൂഹ്യ ചുറ്റുപാട് അതിന് മാത്രം പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ ആത്മീയത മാത്രം, അല്ലെങ്കിൽ സാമ്പത്തിക വശം മാത്രം, അല്ലെങ്കിൽ സാമൂഹിക വശം മാത്രം, അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തം മാത്രം. അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമോ? ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം വളരെ സൂക്ഷ്മമായ അതിന്റെ പഠനത്തിലൂടെ, വിശകലനത്തിലൂടെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും മുമ്പിൽ വെച്ചുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മുസ്ലിം സമൂഹത്തോട് നിരന്തരം പറഞ്ഞു പോന്നിട്ടുണ്ട്. ഈ വിഭജനത്തിലൂടെ ഇസ്ലാമിനെ നിങ്ങൾ സമീപിച്ചാൽ ഇസ്ലാമിന്റെ ഒരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. മനുഷ്യന്റെ തല മുറിച്ചെടുത്തിട്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമല്ലേ, തലയുടെ പണി മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ തല പ്രവർത്തിക്കാത്തതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വകുപ്പ്, ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് അതിന്റെ പ്രയോജനം മതി, മറ്റുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വകുപ്പ് പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ആധ്യാത്മികതയുടെയും ആത്മീയതയുടെയും പൂജകളുടെയും പ്രഭാഷണങ്ങളുടെയും മതപരമായ എല്ലാ കൊട്ടിഘോഷങ്ങളുടെയും ഈ ബഹള സമുച്ചയത്തിന്റെ നടുവിൽ അധാർമികതയുടെ ആഴികളിലേക്ക് മുസ്ലിം സമൂഹം തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഈ മദ്യപാനികളെ, മുസ്ലിം സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന മദ്യപാനികളെ മോചിപ്പിന് ഇല്ലാതാക്കാൻ മുസ്ലിം സമൂഹത്തിലെ മതപണ്ഡിതന്മാർക്കോ അവരുടെ ആത്മീയമായ കാര്യങ്ങൾക്കോ കഴിഞ്ഞില്ല. വ്യഭിചാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, തെമ്മാടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സെക്സ് റാക്കറ്റുകളുടെയും ബ്ലൂ ഫിലിം നിർമ്മാതാക്കളുടെയും ബാങ്ക് കൊള്ള നടത്തുന്നവരുടെയും കള്ളനോട്ടടിക്കുന്നവരുടെയും ഒക്കെ സംഘം മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ അധോലോക മാഫിയകളെ പോലെ വളരുമ്പോൾ ഇവരുടെ ഈ മതപണ്ഡിതന്മാരുടെ ചികിത്സകൾ എന്തുകൊണ്ട് ഫലം കാണുന്നില്ല? അതിനുള്ള ഉത്തരം ഞാൻ ഈ പറഞ്ഞു വന്നതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതായത് ഇസ്ലാമിന്റെ ആത്മീയ സിദ്ധാന്തം ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തവുമായി, ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട്, ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഇസ്ലാമിക സാമൂഹിക നീതി സങ്കല്പങ്ങളുമായി, ഇസ്ലാമിക സാമൂഹിക നീതി സങ്കല്പങ്ങൾ ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നിയമങ്ങളുമായി, ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഇസ്ലാമിലെ പരലോക വിശ്വാസവുമായി, എല്ലാം വിശ്വാസ തന്തുക്കളാകുന്ന ഞാഡീ നരമ്പുകളാൽ പരസ്പരം ബന്ധിതമാണ്. അങ്ങനെ പരിപൂർണമായിട്ട് ആ ഇസ്ലാമിനെ നിങ്ങൾ ഏറ്റെടുത്താൽ, അങ്ങനെ പരിപൂർണമായിട്ട് ആ ഇസ്ലാമിനെ നിങ്ങൾ പരീക്ഷിച്ചാൽ, അങ്ങനെ പരിപൂർണമായിട്ട് ആ ഇസ്ലാമിന്റെ പ്രയോജനം ഈ സമൂഹത്തിന് ലഭിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഇത് പടച്ച തമ്പുരാൻ മനുഷ്യന് വേണ്ടി ഇറക്കിയിട്ടുള്ള, അവന്റെ മോചനത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ആദിമ മനുഷ്യനെ ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ബഹിഷ്കൃതനാക്കിയിട്ട് ഭൂമിയിലെ ഖലീഫയായി നിയോഗിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രപഞ്ചനാഥൻ അരുളിയിരിക്കുന്നു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗ സന്ദേശം വന്ന് ലഭിച്ചാൽ ആരത് പിൻപറ്റുന്നുവോ അവര് ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട. അവർക്ക് അല്ലലില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, ദുരിതങ്ങളും ദുരന്തങ്ങളും ഇല്ലാത്ത മുജ്ജലമായ മനുഷ്യത്വത്തിന്റെ ആ മഹനീയമായ അവസ്ഥയിൽ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് സ്വർഗം പണിയാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. അതായത് ഏതെങ്കിലും ഇസ്ലാമിന്റെ ഒരു ഭാഗം എടുക്കുക, എന്നിട്ട് ഇന്ന ഭാഗം ആത്മീയത. ഈ ആത്മീയത കൊണ്ടൊന്നും ഇപ്പൊ പ്രയോജനം പോരാഞ്ഞിട്ട് ഈ ഇപ്പോൾ നിലവിലുള്ള ആത്മീയതയുടെ കെട്ടുകാഴ്ചകൾ മതിയാകാത്തത് കൊണ്ട് എവിടെന്നോ തപ്പിയെടുത്തു കൊണ്ടുവന്നിരിക്കുന്നു പ്രവാചകന്റേതെന്ന പേരിൽ ഒരു മുടി. അതാണ് ഇപ്പോഴത്തെ മുഖ്യ വിഷയം. ഞാൻ അതിന്റെ വിശദമായ ഒരു ചർച്ചയിലേക്ക് ഇവിടെ പോകുന്നില്ല. കാരണം ബുദ്ധിയുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ഒരു വിഷയത്തിൽ അത്ര വിശദമായ ഒരു സമർത്ഥനം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1400 കൊല്ലത്തിലേറെയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം പടിഞ്ഞിട്ട്. എന്നിട്ട് ഈ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം, ഒരു ഗൾഫ് രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അവിടുത്തെ ഔഖാഫ് മന്ത്രിയുടെ മകന്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഒരു അറിയപ്പെട്ട ഒരു മതപണ്ഡിതന് ഈ പ്രവാചക കേശത്ത് എന്ന പേരിൽ ഒരു മുടി ലഭിക്കുന്നതെങ്കിൽ, ഒരു മുടി മാത്രമല്ല, നിങ്ങൾ ഇന്റർനെറ്റിൽ കണ്ടിരിക്കും, യൂട്യൂബിൽ, ഇന്റർനെറ്റിന്റെ അതിൽ തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലെ മറ്റ് സൈറ്റുകളിലുമൊക്കെ ആയിട്ട് ഇതിന്റെ വീഡിയോയും ഇതിന്റെ ഫോട്ടോകളും ഒക്കെ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് മുടി, ഒരു വലിയ കെട്ട്, അത്യാവശ്യം നല്ല നീളമുള്ള, അത് ചെറുതാക്കി നുറുക്കിയിട്ട് ഓരോ പീസിന് വില നിശ്ചയിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ കോടിക്കണക്കിന്. ഒരു പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതില്ല, ലോകം മുഴുവനും വിലക്ക് വാങ്ങാൻ മാത്രം കോടിക്കണക്കിന് മില്യൺ രൂപക്ക് വിൽക്കാവുന്ന രീതിയിൽ അത്രയും നീളമുള്ള മുടിയാണ്. ഒരു ചെറിയ കഷ്ണം പോലെ ഒരാൾക്ക് കിട്ടാൻ ഒരു ഏലത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കാവുന്ന അത്ര പോകുന്നത് ഒരാൾക്ക് കിട്ടിയാൽ തന്നെ അയാൾക്ക് വലിയ സന്തോഷമായി. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചത് എന്താണ്? അവിടെ ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പ് വ്യക്തമായും മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ, മതസംഘടനകൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ഏകോപിച്ച വളരെ പ്രസിദ്ധമായ കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത്. അതിലൊന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, രണ്ടാമത്തേത് പ്രവാചകന്റെ വചനമാണ്, പ്രവാചകന്റെ ചര്യയാണ്, പ്രവാചകന്റെ വചനം, പ്രവാചകന്റെ മൗനാനുവാദം, പ്രവാചകന്റെ പ്രവൃത്തി, ഇതെല്ലാം കൂടിയ സുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യം. അതാണ് തറക്തു ഫീക്കും അംറൈൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇല്ലാത്തതും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒന്നും പെടാത്തതുമായ ഒരു വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്നാൽ അത് മുസ്ലിം സമുദായത്തെ നന്നാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണോ? അതിലൊരിക്കലും തന്നെ അതിൽ നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ സമുദായം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഈ പ്രവാചകന്റെ മുടിയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളും വിവാദങ്ങളും പ്രയോജനം ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കേണ്ടതാണ്. മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പെൺകുട്ടികൾ വിവാഹം ചെയ്യാൻ കഴിയാതെ സ്ത്രീധനം എന്ന ദുരിതത്തിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നവരും സാധാരണ മനുഷ്യരുടെ വിഷമങ്ങൾ അറിയുന്നവരുമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. സൗന്ദര്യഭ്രമത്തിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് വിവാഹം ലഭിക്കാതിരിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോ ആഭരണത്തോടുള്ള അനിയന്ത്രിതമായ ഭ്രമം, സ്ത്രീധനത്തോടുള്ള അനിയന്ത്രിതമായ ആസക്തി, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ വ്യഭിചാരം, മദ്യപാനം, ക്രിമിനലിസം തുടങ്ങിയിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ മറ്റു പ്രശ്നങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്ന് മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പ്രവാചകന്റെ കേശമാണ് ഇത് ലഭിച്ചത്, അത് ഒറിജിനൽ തന്നെയാണ് എന്ന് വെക്കുക എങ്കിൽ അത് ഈ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണോ? അങ്ങനെ ഒരു പരിഹാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതൊരിക്കലും തന്നെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ല. അത് സാമ്പത്തികമായ മറ്റു പല താല്പര്യങ്ങളുമാണ് ഇതിന്റെ പിന്നിലെന്ന് അതിന്റെ ചിത്രം രൂപപ്പെട്ടു വരുന്നത് എത്രയളവിലാണോ അത്രയും അളവിൽ മാനവ സമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാലോകർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിക്കുക, ഇവ പ്രശ്നങ്ങളല്ലാത്തതിനെ ഉയർത്തിക്കൊണ്ടുവരിക, സാമ്പത്തിക കാര്യലാഭങ്ങളുടെ പിന്നാലെ പോവുക, എന്നിട്ട് മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കേണ്ടുന്ന മതപണ്ഡിതന്മാർ അനാവശ്യമായ വിവാദങ്ങളിലൂടെ മുഖ്യ പ്രശ്നങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ സമുദായം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ ഉറക്കം നടിക്കുക. ഇത് വളരെ അപകടകരമായ ഒരു കളിയാണ്. ഇതുകൊണ്ട് മുസ്ലിം സമൂഹം ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. സത്യസായി ബാബ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇഹലോകവാസം പടിഞ്ഞത്. അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ രോഗിയായാൽ എന്തെല്ലാം നിസ്സഹായത അനുഭവിക്കുമോ അതേ നിസ്സഹായത അദ്ദേഹവും അനുഭവിക്കുന്നു. അതേ വിഷമം അദ്ദേഹത്തിനുമുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യക്കോ അനിയന്ത്രിതമായ സാമ്പത്തിക പ്രവാഹങ്ങൾക്കോ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വന്തത്തെ പറ്റി പ്രവചിച്ചതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം പോലും ഉദ്ദേശിക്കാത്ത സമയത്ത് മരണത്തിന്റെ മുമ്പിൽ പിടിമുറുക്കേണ്ടി പിന്നെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുമെങ്കിൽ ഈ മനുഷ്യന്റെ നിസ്സഹായത എല്ലാവർക്കും ബാധകമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ആത്മീയത കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ആത്മീയത കൊണ്ട് അനിയന്ത്രിതമായ അഭ്യാസങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകളെ കൂട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അത്തരം സങ്കേതങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ
അതുപോലെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിന്റെ ആരാധനാ സമ്പ്രദായത്തെയും ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അതിന്റെ ആ സുന്ദരമായ മുഖത്തെയും വികൃതമാകാൻ ഇടവരുത്തുന്ന അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ ഇടവരുത്തുന്ന രീതിയിൽ മതപണ്ഡിതന്മാർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വളരെ സ്നേഹ സാഹോദര്യ ബുദ്ധിയ ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹിയുടെ മുടിയും കൊണ്ടാണല്ലോ കളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിലപാടുണ്ട്. അതെന്താണെന്നറിയോ? അവിടത്തെ ഒരു മകൻ അവിടുന്ന് അധികം കൊച്ചായിരിക്കുമ്പോ തന്നെ അള്ളാഹുവിങ്കിലേക്ക് പോയി. അങ്ങനെ ആ മകന്റെ പ്രിയപ്പെട്ട മകന്റെ മയ്യത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആ മകന്റെ മുഖത്തേക്ക്, നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരൊലിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനായ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സന്ദർഭത്തിലാണ് ആളുകൾ യാദൃശികമായിട്ട് ഗ്രഹണമുണ്ടാകുന്നത്. അപ്പോ ആളുകൾ പറഞ്ഞു പരത്തി ആ പ്രവാചകന്റെ കുട്ടി, പ്രവാചകന്റെ മകൻ ഇഹലോകവാസം വെടിഞ്ഞതിനോട് ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതാ അന്തരീക്ഷം, പ്രപഞ്ചം പോലും അതിന്റെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ഏത് സന്ദർഭത്തിലാണ്? പ്രവാചകത്വത്തെ തന്നെ നിഷേധിക്കുവാൻ പലരും കച്ചകെട്ടി ഇറങ്ങി. വളരെയേറെ ശത്രുക്കളും ഇതുപോലെ എതിർപ്പുകളുമൊക്കെയുള്ള വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഈ പ്രചാരണം. ആ പ്രചാരണം വസ്തുതാപരമല്ലെങ്കിലും തൽക്കാലം അതിലൂടെ നമ്മുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കൊരു തണലും ഒരു തുണയും കിട്ടും. അതുകൊണ്ട് കിട്ടുന്നിടത്തോളം അത് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ആളുകൾ ധരിക്കുന്നിടത്തോളം അങ്ങനെ ധരിച്ചു വശാകട്ടെ എന്ന് വെക്കാമല്ലോ. റസൂലുള്ളാഹി അങ്ങനെ വിട്ടില്ല. അവിടെ നിന്ന് മിമ്പറിൽ കയറി സഈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ മിമ്പരി ഫഹമിദല്ലാഹ വഖാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിനെ തുതിച്ചതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞു, സൂര്യനും ചന്ദ്രനുമൊക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചില ദൃഷ്ടാന്തങ്ങളാണ്. ആരുടെയെങ്കിലും ഒരു മകൻ മരിക്കുകയോ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് സൂര്യനും ചന്ദ്രനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ അബദ്ധ ധാരണയെ അതിന്റെ വേരോടെ പിഴുതുമാറ്റാൻ പ്രവാചകൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ നിന്ന് ചെയ്തില്ല എങ്കിൽ അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് ഗുണം കിട്ടുമല്ലോ, തന്റെ പ്രവാചകത്വത്തെ എതിർക്കുന്നവർ വരെ ഒന്ന് ാകുമല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പാലിച്ചിരുന്നുവെങ്കിൽ അത് വലിയ ഒരു അബദ്ധ ധാരണയിലേക്ക് പോവുകയും പ്രവാചകൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച നന്മ സമൂഹത്തിൽ ഉണ്ടാകാതെ പോവുകയും ചെയ്യുമായിരുന്നു എന്ന് അവിടെ നിന്ന് വളരെ വ്യക്തമായും മനസ്സിലാക്കി. ഇത് ഈ ഒരു സംഭവം മാത്രമല്ല, ബൈഅത്തുർ റിദ്വാൻ നടന്ന ആ സന്ധി നടന്ന മരമുണ്ട്, വിശുദ്ധ ഖുർആൻ പരാമർശിച്ച വൃക്ഷം. ആ വൃക്ഷത്തെ കാണുമ്പോ മറ്റു മരങ്ങളെ കാണുന്നത് പോലെയല്ല. ആളുകൾക്ക്, വിശ്വാസികൾക്ക് ഖുർആനിൽ പരാമർശിച്ച ആ മരത്തിന്റെ ചുവട്ടിലെത്തുമ്പോ എന്തോ ഒരു അനിർവചനീയമായ, ഒരു നിർവചനാതീതമായ ഒരു അനുഭൂതി വിശേഷം ഇത് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു. അല്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അങ്ങനെ വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചില മൂഢധാരണകൾ ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വരുന്നു എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അവിടെ നാളെ വിട്ടിട്ട് ആ മരം മുറിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച മരമല്ലേ എന്ന് കരുതി ആ മരത്തെ സംരക്ഷിക്കുവാനും അവിടെ മതിൽ കെട്ടുവാനും അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കുവാനും അതിലൂടെ പ്രവാചക ചര്യയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനും എന്നിട്ട് ഇസ്ലാമിക സന്ദേശത്തിലേക്ക് ആളുകൾ എത്തിപ്പെടും അങ്ങനെ വഴിയിലൂടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്താനും അല്ലാഹുവിന്റെ പ്രവാചകനോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സച്ചരിതരായ സഹാബിവര്യന്മാരോ ശ്രമിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിലൂടെ വല്ല അന്തസ്സും വല്ല അഭിമാനവും വല്ല വിശ്വാസവും വല്ല മഹത്വവും മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിനുണ്ടാക്കാൻ ഒരു ശ്രമവും നമ്മുടെ മുൻകാലത്ത് പണ്ഡിതന്മാർ നടത്തിയിട്ടില്ല. അത്തരം എല്ലാ വാതിലുകളും അവർ കൊട്ടിയടച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണകളുടെ വഴികൾ പൂർണ്ണമായി അടച്ചു കളയാനാണ്, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാശുണ്ടാക്കാനോ അതിന്റെ പേരിൽ ഖ്യാതി വർദ്ധിപ്പിക്കാനോ അല്ല നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ചില അടിസ്ഥാന തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്, അവർക്ക് ചില പവിത്രതകളുണ്ട്, അവർക്ക് ചില സ്ഥാനമുണ്ട്. ഈ സ്ഥാനം അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച സ്ഥാനമാണ്. അതിനേക്കാൾ വലിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ, എന്നിട്ട് ആളുകളുടെ ശ്രദ്ധ പലയിടത്തേക്കും ഛിന്ന ഭിന്നമാക്കുവാൻ, അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസപരമായ അടിത്തറയെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ തകർക്കാൻ ഇടവരുന്ന രീതിയിലുള്ള ചെയ്തികളിൽ മതപണ്ഡിതന്മാർ നേതൃത്വം നൽകുകയോ ഏർപ്പെടുകയോ ചെയ്യരുത് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ വിനയപൂർവ്വം പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ പോകുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാകല്യമാണ്, മുറിച്ച് വേർപ്പെടുത്താൻ കഴിയാത്ത സാകല്യം. ആ മനുഷ്യന് വേണ്ടിയാണ് അല്ലാഹു ദീന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ദീനിനെ എപ്രകാരമാണോ
ആ ദീൻ നിങ്ങൾക്ക് അള്ളാഹു നൽകിയത്, അപ്രകാരം ആ ദീനിനെ നിങ്ങൾ പരിപൂർണമായിട്ട് പിന്തുടരണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ നടത്തിയിട്ടുള്ള ആ 2 വിശകലനങ്ങൾ, ഒന്ന് മനുഷ്യന്റെ അവയവങ്ങൾ ഛേദിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശകലനം, രണ്ടാമത്തത് അതിന്റെ മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും പ്രവർത്തനങ്ങൾ വൈരുദ്ധ്യങ്ങളായി തീർന്നതിന്റെ, ഒരു കൂട്ടർ അകവും വേറൊരു കൂട്ടർ പുറവും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ അർത്ഥശൂന്യത, അതിന്റെ ഫലരാഹിത്യം. ഈ 2 വശങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന പക്ഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജമാഅത്തെ ഇസ്ലാമി എവിടെ നിൽക്കുന്നു, മറ്റുള്ളവർ എവിടെ നിൽക്കുന്നു എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിഗണനയിൽ ഇത് മതമാണ്, അത് രാഷ്ട്രീയമാണ്. അത്തരം വിഭജനങ്ങൾ ഞങ്ങൾക്കറിയില്ല. അത്തരം വിഭജനങ്ങൾ ഞങ്ങൾക്കറിയാതെ പോയത് ഞങ്ങളുടെ തകരാറ് കൊണ്ടല്ല, അത് മനുഷ്യന്റെ പ്രകൃതം അപ്രകാരമായതുകൊണ്ടാണ്. വിഭജിക്കുക സാധ്യമല്ല. മനുഷ്യ ജീവിതത്തെ വിഭജിക്കുക സാധ്യമല്ല. എന്റെ ജീവിതത്തിന്റെ മതപരമായ ഭാഗം, എന്റെ ജീവിതത്തിന്റെ രാഷ്ട്രീയമായ ഭാഗം, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ വിഭജിക്കുക സാധ്യമല്ല. മനുഷ്യൻ അങ്ങനെ വേർപെടുത്താൻ കഴിയാത്ത ഒരു സാകല്യമായതുകൊണ്ടുണ്ട്, ഒരൊറ്റ ജീവിയായതുകൊണ്ട്, അവന്റെ ജീവിതം ഏകകമായതുകൊണ്ട് ആ ഏകകമായ ജീവിതത്തെ അപ്രകാരം തന്നെ സമീപിക്കുകയാണ് മനുഷ്യന്റെ മോചനത്തിന്റെ ഏകമാർഗം. അതുകൊണ്ട് രാഷ്ട്രീയത്തിലായാലും കൊള്ളാം, മതത്തിലായാലും കൊള്ളാം, സാമ്പത്തിക വിഷയത്തിലായാലും കൊള്ളാം, ധാർമ്മിക, കലാ, സാഹിത്യ, ഏത് മേഖലകളിലൊക്കെ ആയാലും കൊള്ളാം, പടച്ച തമ്പുരാന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് പരിപൂർണമായി മനുഷ്യൻ വഴിപ്പെടാത്തിടത്തോളം കാലം അവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുകയില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തെ കഴിഞ്ഞ 60-ലേറെ വർഷമായിട്ട് നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമസ്കാരത്തിൽ 5 നേരവും വിശ്വാസികളായ ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ടല്ലോ, വജ്ജഹ്തു എന്ന് തുടങ്ങുന്ന ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറയുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹദീസിൽ വേറെയും പ്രാർത്ഥനകൾ ബലപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പൊതുവെ ശാഫിഈ ഫിഖ് അനുസരിച്ച് നമ്മളെല്ലാവരും ഈ പ്രാരംഭ പ്രാർത്ഥനയാണ് ചൊല്ലിപ്പടിച്ചു പോന്നിട്ടുള്ളത്. നമ്മുടെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഒരു പ്രതിജ്ഞ പറയുന്നു അല്ലാഹുവിനോട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച തമ്പുരാനെ, നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ ബലിയും, എന്റെ നമസ്കാരവും എന്റെ ബലിയും റബ്ബേ നിനക്ക് എന്നല്ല പറയുന്നത്. അത്ര പറഞ്ഞാ പോരാ. ഇയാള് വളരെ സജീവമായ പാർട്ടി പ്രവർത്തകനാണ്, വളരെ സജീവമായ പാർട്ടിക്കാരനാണ്. ആ സജീവനായ പാർട്ടിക്കാരനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇലക്ഷൻ വന്നാ പിന്നെ ഇയാൾക്ക് തീരെ സമയമില്ല. ഇയാൾ അല്ലാഹുവിനോട് പണ്ടേ ഉള്ള കരാറ്, പടച്ചവനെ ഇത് രംഗം ഇത്തിരി മോശമാണ്, ഈ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് നിനക്കറിയാമല്ലോ, വെറുതെ ഇവിടെ വന്നിട്ട് വഷളാകാൻ നിൽക്കണ്ട, നീ അവിടെ പള്ളിയിലിരുന്നോ, ഞങ്ങൾ ആവശ്യമുള്ളപ്പോ മുഖവും മുൻകൈയും ഒക്കെ കഴുകി ശുദ്ധിയാക്കി അങ്ങോട്ട് വരാം, നീ ഇങ്ങോട്ട് വരണ്ട. ഇതാണ് പടച്ചവനോടുള്ള ഇവരുടെ കരാർ. അങ്ങനെയുള്ള ഈ മനുഷ്യൻ പള്ളിയിൽ ചെന്നിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇയാൾ ഓതുന്നു, ഇന്ന സ്വലാത്തി വനുസുക്കി, നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ ബലിയും. അപ്പൊ അയാളോട് അല്ലാഹ് പറയണം, ഇയാൾ ഈ പക്കാ രാഷ്ട്രീയക്കാരനോട് അല്ലാഹ് പറയണം, ഇനിയും പറ, എന്ത് പറയണം, വമഹിയായ, എന്റെ ജീവിതവും. അപ്പൊ ജീവിതവും കൂടി പറയണം. ഇത് ഈ നമസ്കാരം ഉൾപ്പെടെയുള്ള ആത്മീയ ആരാധന കാര്യങ്ങളെ പറ്റിയല്ല. അത് പറഞ്ഞതിന് ശേഷം അതിന്റെ പുറമേ ഉള്ളതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറഞ്ഞാൽ എന്റെ മതപരമായ കർമ്മങ്ങൾ, നമസ്കാരം, ബലി പോലെയുള്ള കാര്യങ്ങൾ. അതിൽ പെടാതെ പിന്നെന്ത് ബാക്കിയുണ്ട്? ആ ബാക്കിയുള്ള ഒരു ജീവിതമുണ്ടല്ലോ. നമ്മൾ പലർക്കും വീതം വെച്ചു കൊടുത്ത, പലരുടെയും കൊടികൾ പിടിച്ച് സിന്ദാബാദ് വിളിക്കുന്ന പല പദ്ധതികളും പുലർത്താൻ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ തന്നെ പല പദ്ധതികളും പുലർത്താൻ വേണ്ടി പരസ്പരം പാരവെച്ചും പിണങ്ങിയും തമ്മിൽ തല്ലിയും ഗീബത്ത് പറഞ്ഞും അഥവാ പരദൂഷണം പറഞ്ഞും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം ഉൾപ്പെടുന്ന ജീവിതത്തെ പറ്റിയാണ് ഈ പറയുന്നത്. വമഹിയായ, എന്റെ ജീവിതവും. അപ്പൊ ഇവൻ മനസ്സോടെ പറഞ്ഞു, ആ ശരി കിടക്കട്ടെ, എന്റെ ജീവിതവും. പടച്ചോൻ വിട്ടില്ല, അത് പോരാ, ഇനിയും പറ. ജീവിതത്തിൽ പെടാതെ പിന്നെന്താണ് ബാക്കി? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജീവിതത്തിൽ പെടാതെ പിന്നെന്താ ബാക്കി? ജീവിതത്തിൽ പെടാതെ പിന്നെ ബാക്കി നിൽക്കുന്നത് ഇവന്റെ മരണമാണ്. മരണം ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും ജീവിതത്തിന്റെ പുറത്താണല്ലോ. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, വമഹിയായ വമമാതി. അപ്പൊ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. 5 നേരവും ഈ പ്രാർത്ഥന ചൊല്ലുന്നവനാണ് ഒരു മുസ്ലിം.
അവന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൈകെട്ടിയതിനു ശേഷം ഈ പ്രതിജ്ഞയിലൂടെയാണ് അവൻ അവന്റെ ആ റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലേക്ക് കടക്കുന്നത്. നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം നിനക്കാണ് റബ്ബേ. ഇങ്ങനെ പറയുന്ന മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാർ തന്നെയാണ് ഇവിടത്തെ 1,000 രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാമ്പത്തികവും ശാരീരികവുമായി എല്ലാ ത്യാഗവും സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വൈരുദ്ധ്യം. ഇതിനെക്കുറിച്ചും ചിന്തിക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാർക്സിസ്റ്റുകാരായി എന്ന് പറയുന്നവരുണ്ടല്ലോ. കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ആളുകൾ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ഒട്ടകപ്പുറത്തൊരാൾ യാത്ര ചെയ്താൽ അയാൾ ഒട്ടകമായി എന്നോ കുതിരപ്പുറത്തൊരാൾ യാത്ര ചെയ്താൽ അയാൾ കുതിരയായി എന്നോ പറയാൻ പാടില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ നിങ്ങൾ അങ്ങനെ കാണേണ്ടതുള്ളൂ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ആകെ കൂടി LDF-ന് മാത്രമല്ല പിന്തുണ കൊടുത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് ഇക്കഴിഞ്ഞ ഇപ്പോ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് ഭരിക്കുന്നുണ്ടല്ലോ. ഈ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരാൻ ഇടവന്ന തെരഞ്ഞെടുപ്പിൽ 220-ലധികം മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനാണ് ദേശീയാടിസ്ഥാനത്തിൽ പിന്തുണ നൽകിയത് എന്ന വസ്തുത ഓർക്കണം. എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണക്കാറുള്ള ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ചില പത്രങ്ങൾ അച്ചു നിരത്താറുള്ളത്. ഒരൽപ്പം സത്യസന്ധത വേണം പത്രപ്രവർത്തനത്തിന്. അങ്ങനെ സത്യസന്ധതയോടെ പത്രപ്രവർത്തനം നടത്താൻ മാത്രം നിലവാരം ഞങ്ങളുടെ പത്രത്തിനില്ല എന്ന് നേരത്തെ ഇവർക്കറിയാമോ? അതാണ് സംഗതിയെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ ആ യാഥാർത്ഥ്യ ബോധത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുന്നു, ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തിട്ടുള്ളത് ഏത് സന്ദർഭത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ കൃത്യമായ ചില നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഇടതുപക്ഷത്തിന്റെ സിദ്ധാന്തങ്ങളോട് നമുക്ക് യോജിപ്പുള്ളത് കൊണ്ടല്ല. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും നിരൂപണം നടത്തിയിട്ടുള്ള ഒരു മതസംഘടനയെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. IPH എന്ന് പറയുന്ന ഒരു പ്രസാധക സംഘമുണ്ട്, കോഴിക്കോട് നിന്നിറങ്ങുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. ഈ IPH-ന് ഒരുപാട് പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ. അതിന്റെ ആ ഗ്രന്ഥശേഖരണത്തിൽ മാർക്സിസത്തെയും ഇടതുപക്ഷ ചിന്താധാരകളെയും വിശകലനം ചെയ്യുന്ന എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് നിങ്ങൾ അതിന്റെ കാറ്റലോഗ് എടുത്തുകൊണ്ടൊന്ന് പരിശോധിച്ച് നോക്കണം. അത്രയധികം പ്രത്യയശാസ്ത്രപരമായി ഇടതുപക്ഷത്തെ അഥവാ മാർക്സിസത്തെയും കമ്മ്യൂണിസത്തെയും മാത്രമല്ല ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളെ ഇത്രയധികം നിശിതമായി വിശകലനം ചെയ്ത ഒരു ചിന്താധാരയെ നിങ്ങൾക്ക് കേരളത്തിൽ വേറെ കാണുക പ്രയാസകരമാണ് എന്നല്ല, തീരെ കാണുക സാധ്യമല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് കേരളത്തിലെ ഒരു IPH-ന്റെ കാര്യമല്ല. അഖിലേന്ത്യാ ജമാഅത്തെ ഇസ്ലാമിയുടെ അഥവാ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ മർക്കസി മക്തബ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണാലയമുണ്ട്. ആ പ്രസിദ്ധീകരണാലയം ഉറുദുവിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമൊക്കെ ആയിട്ട് 1000-കണക്കിന് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലും ഭൗതികതയെ വിശകലനം ചെയ്യുന്നതിൽ, ഭൗതികവാദത്തെ നേരിടുന്നതിൽ നമ്മുടെ വിശകലനം അനുസരിച്ച് മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റുകളും മുതലാളിത്തവാദികളും പറയാറുള്ളത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നു കമ്മ്യൂണിസവും മുതലാളിത്തവും തമ്മിൽ അന്തരമുണ്ട് എന്ന് പറയുന്നത് സമ്പത്തിനെ സമീപിക്കുന്ന വിഷയത്തിലാണ്. വ്യക്തിയുടേതാണോ സ്റ്റേറ്റിന് മുതലിന്റെ ഉടമാവകാശം വ്യക്തിക്കാണോ അതല്ല സ്റ്റേറ്റിനാണോ? ഇതിൽ വ്യക്തിക്കാണ് എന്ന് മുതലാളിത്തം പറയുമ്പോ സ്റ്റേറ്റിനാണ് എന്ന് കമ്മ്യൂണിസം പറയുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ ഇവർ രണ്ടു കൂട്ടരും യോജിക്കുന്നു. എന്താണ് ആ കാര്യം? മുതല് സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റേതാണ്. സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റേതാണ്. അത് വ്യക്തിയുടെ ഉടമസ്ഥതയിലാണോ അതല്ല സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലോ? അതിൽ മാത്രമേ ഇവർ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു സമ്പത്ത് മാത്രമല്ല, ഈ കാണുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. പ്രപഞ്ചനാഥന്റെ അല്ലാഹുവിന്റെ ഖലീഫയാണ് ഭൂമിയിൽ മനുഷ്യൻ. അവനൊരു ദൗത്യമുണ്ട് ഇവിടെ. ആ ദൗത്യം അല്ലാഹു തന്നെ നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ ദൗത്യം ഇവിടെ നടക്കില്ലെന്ന് കരുതി മാറ്റിവെച്ച് മറ്റുള്ളവരുടെ തിന്നുന്ന മുടിവൻ കൊടികളും മുദ്രാവാക്യങ്ങളുമായി അവരുടെ പിന്നാലെ പോകാൻ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുവാദം നൽകിയിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ആദ്യകാലം ഏതൊരു നിലപാടിലൂടെയാണോ ഉജ്ജ്വലമായി വിജയിച്ചത്, ആ നിലപാട് കൊണ്ട് മാത്രമേ മുസ്ലിം സമുദായത്തിന്റെ അവസാനത്തിലും വിജയമുണ്ടാകൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 4 ഖലീഫമാരുടെ കാലത്ത് ഇസ്ലാമിക സമൂഹം എപ്രകാരമായിരുന്നുവോ അങ്ങനെ മുസ്ലിം സമൂഹം ജീവിക്കണം. അവരുടെ ജീവിതത്തെ അവർ മതപരം, അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വിഭജിക്കരുത്. അവരവരുടെ ജീവിതത്തിൽ മുഴുവനും പടച്ച തമ്പുരാന് പരിപൂർണമായിട്ടും വഴിപ്പെടണം. അവന്റെ നിയമങ്ങൾക്ക് വിധേയമാകണം. അവന്റെ വാക്കുകൾക്ക് വിലയും നിലയുമുള്ള ഒരു സാമൂഹിക സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ ദൗത്യം. ഇതൊരിക്കലും തന്നെ വർഗീയമായ ദൗത്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേരെ തീവ്രവാദവും വർഗീയവാദവും ഒക്കെ ആരോപിക്കുന്നതിനെ പറ്റി എനിക്ക് മുമ്പ് പ്രസംഗിച്ച സഹോദരൻ ഷറഫുദ്ദീൻ ഇവിടെ അത്യാവശ്യത്തിന് പരാമർശിച്ചതുകൊണ്ട് ഞാനിപ്പോ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും വളരെ വ്യവസ്ഥാപിതമായ പ്രവർത്തന സംവിധാനങ്ങളുള്ള പ്രസിദ്ധീകരണാലയങ്ങളുള്ള ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇന്ത്യയിലെ 10-14 ഭാഷകളിൽ നിത്യേന അല്ലെങ്കിൽ ആഴ്ചകളിലും മാസങ്ങളിലുമൊക്കെ ആയിട്ട് മാസികകളും ആഴ്ചകളും ദിനപത്രങ്ങളും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വൈജ്ഞാനിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനെ ആർക്കും പഠിക്കാം, അതിനെ ആർക്കും നിരൂപിക്കാം. അതിന്റെ ഭരണഘടന വരെ ഇവിടെ പുസ്തകശാലകളിൽ വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ആരും ആരുടെയെങ്കിലും ലേഖനം വായിച്ച് കാണാതെ പഠിച്ച് അത് തന്നെ ഛർദ്ദിക്കേണ്ട ഒരാവശ്യവുമില്ല. അവർക്ക് ഓരോരുത്തർക്കും ഇതിനെ സത്യസന്ധമായി ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. എന്നിട്ട് ഇന്ന തകരാറുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നവർ ആത്മാർത്ഥതയോടെ ആണത്വത്തോടെ ജനങ്ങളുടെ മുമ്പിൽ പറയട്ടെ. ഞങ്ങൾ അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അത് മതമേഖലയിൽ നിന്നായാലും കൊള്ളാം, അത് രാഷ്ട്രീയ മേഖലയിൽ നിന്നായാലും കൊള്ളാം. പക്ഷേ നിർഭാഗ്യവശാൽ ജമാഅത്തെ ഇസ്ലാമിയെ സത്യസന്ധമായി പഠിക്കാൻ, ജമാഅത്തെ ഇസ്ലാമിയെ സത്യസന്ധമായി വിമർശിക്കാൻ, ജമാഅത്തെ ഇസ്ലാമിയെ സത്യസന്ധമായി നിരൂപണ വിധേയമാക്കാൻ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്ന് പോലും വളരെ വളരെ അപൂർവമായിട്ടേ ശ്രമം നടന്നിട്ടുള്ളൂ എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? അതിനെപ്പറ്റി ഞങ്ങളുടെ വിലയിരുത്തൽ മറ്റുള്ളവരുടെ ആശയ പാപ്പരത്വമാണ് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ഇങ്ങനെ കാടടച്ചു വെടിവെക്കാൻ ഇവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരവരെ കുറിച്ച് ആത്മവിശ്വാസമില്ല, സ്വന്തത്തെക്കുറിച്ചൊന്നും പറയാനില്ല, സ്വന്തം അടിത്തറകളിൽ ഇവർക്ക് വിശ്വാസവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പഴിപറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും ഒരു പുകമറ സൃഷ്ടിച്ചു വെച്ചില്ലെങ്കിൽ സ്വന്തം അനുയായികളെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരും എന്ന ഒരു നിസ്സഹായത നമ്മുടെ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് അവരുടെ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിയാണ്. അതവരുടെ ആശയ പാപ്പരത്വമാണ് വിളിച്ചോതുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തകർക്ക് അവർ വളരെ വ്യക്തമായ ദിശാബോധമുണ്ട്. ഏതടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത്. മുസ്ലിം സമൂഹത്തോട് ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പൊതുസമൂഹത്തോടും ഞങ്ങൾക്ക് ചിലത് പറയുവാനുണ്ട്. പൊതുസമൂഹത്തോട് പറയാനുള്ള കാര്യമെന്ത് എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അതിനെപ്പറ്റി ഇത്രമാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൺതുറന്ന് നോക്കിയാൽ കാണുന്ന ഈ മനോഹരമായ ഈ ആകാശ ലോകമുണ്ടല്ലോ, ഈ ഭൂമി ലോകമുണ്ടല്ലോ, ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടല്ലോ, ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അതല്ല, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന്, രൂപരഹിതനായ ഒരു ശക്തിയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സും മനസാക്ഷിയും സമ്മതിക്കുമോ? എങ്കിൽ ഞങ്ങൾ പറയുന്നു, ആ പ്രപഞ്ചനാഥനെ നിങ്ങൾ തിരിച്ചറിയണം, അവനെ നിങ്ങൾ തിരിച്ചറിയണം, അവന് നിങ്ങൾ നന്ദി കാണിക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമുണ്ട്. ഇപ്പോ മഴ കാത്തിരിക്കുന്ന സമയമാണ്. വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള പല ഭാഗങ്ങളുമുണ്ട്. വെള്ളം എന്ന് പറയുന്നത് ഈ 6 മാസം വർഷം മഴ പെയ്യുന്ന, ഒരു വർഷത്തിൽ 6 മാസത്തോളം മഴ പെയ്യുന്ന കേരളത്തിൽ വെള്ളം വലിയ ദൗർലഭ്യത അനുഭവിക്കുന്ന ഒരു അപൂർവ വസ്തുവായി മാറിയിരിക്കുകയാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വിശുദ്ധ ഖുർആനിലെ സൂക്തം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അതിനെ മേഘപടലങ്ങളിൽ നിന്ന് താഴോട്ടിറക്കുന്നത് നിങ്ങളോ അതല്ല നാമോ? ഇതിപ്പോ എന്താ അത്ര വലിയ കാര്യമാണോ? ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ഞാനാണ് എന്ന് പ്രപഞ്ചനാഥൻ അവകാശപ്പെട്ടാൽ നമ്മളിപ്പോ എന്തിനാ തർക്കിക്കാൻ പോണ്ടത്? ആയിക്കോട്ടെ, കുഴപ്പമെന്താ? അങ്ങനെയുള്ള ഒരു സാധു വിഷയമല്ല ഇത്. ഇതിന്റെ തുടർന്ന് പറയുന്ന കാര്യം എന്താണ്? അതാണ് ഗൗരവപ്പെട്ട പോയിന്റ്. അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. തുടർന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഈ ചോദ്യം മുസ്ലിമിനോട് മാത്രമുള്ള ചോദ്യമല്ല, എല്ലാ മനുഷ്യനോടുമുള്ള ചോദ്യമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. എന്താണ്?
ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ 70% വെള്ളമാണ്, ബാക്കി 30% കര. ആ കരയിലാണ് മരുഭൂമികൾ, പീഠഭൂമികൾ, ചതുപ്പ് പ്രദേശങ്ങൾ, ഹിമാലയം, സാനുക്കൾ പോലെയുള്ള പർവ്വത ശൃംഗങ്ങൾ. ആകാശാന്തരീക്ഷത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ട് അമ്പളി അമ്മാമനോട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന ഗിരിശൃംഗങ്ങൾ. പിന്നെ വലിയ വലിയ മഞ്ഞുമലകൾ. അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് അതുപോലെ ഘോര വനാന്തരങ്ങൾ. ഇതെല്ലാം കഴിച്ച് ബാക്കിയുള്ള ഒരു തിരിപ്പിടിയോളം സ്ഥലത്താണ് മനുഷ്യന്റെ ഈ ജീവിതം. അപ്പൊ 70% വെള്ളമാണ്. ഈ 70% വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധജലാശയങ്ങളല്ല, നമ്മുടെ ഈ കിണറുകൾ, തോടുകൾ, തടാകങ്ങൾ, അരുവികൾ, പുഴകൾ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ. അത് വളരെ വളരെ പരിമിതമായ ഒരു സാധനമാണ്, വളരെ വളരെ പരിമിതമായ. കൂടുതൽ വെള്ളമുള്ളത് ഉപ്പ്. വലിയ 7 മഹാസമുദ്രങ്ങളുണ്ട്, അതിലെ ഉപ്പ് വെള്ളമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? വെള്ളം ബാഷ്പീകരിച്ച് ആ വെള്ളം ഇതിനെ ബാഷ്പീകരിച്ച് ആകാശത്തേക്ക് ഉയർന്ന് അത് ഘനീഭവിച്ചിട്ടാണ് മഴ വർഷിക്കുന്നത് എന്ന് ശാസ്ത്രീയമായ നമ്മുടെ പഠനത്തിലൂടെ ഇന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 6-ാം നൂറ്റാണ്ടിലെ ആ നിരക്ഷരരായ ജനസമൂഹത്തിലേക്ക് വന്ന നിരക്ഷരനായ പ്രവാചകന്റെ നാവിലൂടെ മാനവ സമൂഹത്തോട് ചോദിക്കുകയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ മഴയെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾക്കറിയാം, അവിടെ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്ന വലിയ പ്ലാന്റുകളുണ്ട്. അവിടെ വെള്ളത്തിനാണ് പെട്രോളിനെക്കാളും വില എന്ന് നിങ്ങൾ കേട്ടിരിക്കും. അപ്പോ ഈ വെള്ളം ശുദ്ധീകരിക്കുക എന്നത് ലക്ഷക്കണക്കിന് ഡോളർ വില ചെലവുള്ള ഒരു വലിയ അധ്വാനമാണ്. കടലിൽ നിന്ന് ഉപ്പ് രസം പോക്കി ശുദ്ധജലമാക്കി മാറ്റുക എന്ന് പറയുന്ന പണി. ഈ പണിയാണ് പടച്ച തമ്പുരാൻ 5 പൈസയുടെ ചെലവില്ലാതെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമുദ്രങ്ങളിൽ നിന്ന് ഉപ്പുരസമുള്ള ഈ സമുദ്രങ്ങളിൽ നിന്ന് ജലം ബാഷ്പീകരിച്ച്, വെള്ളം ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോകുമ്പോ അതിന്റെ ഉപ്പിന്റെ അംശങ്ങൾ വേർപെടുത്തി അതിലെ ശുദ്ധജലം മാത്രം മുകളിലോട്ട് കൊണ്ടുപോകുന്ന ഈ പണി ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അതാണ് ഈ പണി ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ, ഉപ്പുമഴ പെയ്യുമായിരുന്നു ആകാശത്ത് നിന്ന്. അതാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. വലൗലാ തഷ്കുറൂൻ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തോട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പ്രധാനപ്പെട്ട ആശയപരവും അടിസ്ഥാന സ്വഭാവമുള്ളതുമായ വിഷയങ്ങൾ പറയുന്നത് പോലെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരോടും അതിന് പൊതുവായ ചില പ്രബോധനവും പ്രചാരണവും കൂടിയുണ്ട്. അത് ഈ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹങ്ങളെയും സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന അടയാളങ്ങളെയും പറ്റി ചിന്തിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് ഓരോരുത്തരും സന്നദ്ധമാകണം. അതിന് തടസ്സമാകരുത് മുസ്ലിം സമുദായത്തിന്റെ ഈ അറിവുകേടും ഈ അന്തംകെട്ട നിലപാടുകളും എന്നാണ് ഞങ്ങളുടെ വിനീതമായ അപേക്ഷ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ള ദൗത്യമാണ്, ചരിത്രപരമായി തുടരേണ്ടുന്ന ദൗത്യവുമാണ്. ഇന്ത്യ രാജ്യത്ത് ആ പ്രധാനപ്പെട്ട ദൗത്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യം ഇതുവരെയുള്ള അതിന്റെ പ്രഭാഷണങ്ങളിൽ നിന്നും അതിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും മറ്റുമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വേറെ 1-2 കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പോവുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു, മുസ്ലിം സമൂഹത്തിന് സ്വന്തമായിട്ടൊരു ദൗത്യമുണ്ട്, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം. ആ ദൗത്യത്തെക്കുറിച്ച് മുസ്ലിം സമൂഹം ചിന്തിക്കണം. ആ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ ദൗത്യം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏത്, അപ്രധാനമായ കാര്യങ്ങൾ ഏത് എന്നതിനെപ്പറ്റി ഒരു വിവേചന ബോധം മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ സഹാബിവര്യന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന വിഷയങ്ങളുണ്ട്. അത്തരം ചില വിഷയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ചിന്താ സ്വാതന്ത്ര്യമുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, വീക്ഷണങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏതൊരു വിഭാഗത്തിലും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമുക്കറിയാവുന്ന പ്രസിദ്ധങ്ങളായ 4 മദ്ഹബുകൾ ഇന്ന് നിലവിലുണ്ട്. വേറെയും കുറെ മദ്ഹബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊന്നും മദ്ഹബുകൾ ഉണ്ടാക്കിയതല്ല, ഈ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞതാണ്. ഇതിലെ ഒരു മഹാൻ വേറെ ഒരു മഹാൻ അവരുടെ ശിഷ്യനായിരുന്നു. ഉസ്താദ് പറഞ്ഞതിനെ പറ്റി ചിന്തിക്കരുത്, ചോദ്യം ചെയ്യരുത് എന്ന നിലക്കല്ല അവർ ജീവിച്ചത്. അവരും ചിന്തിച്ചു, ഉസ്താദ് പഠിപ്പിച്ചു, അവരത് മനസ്സിലാക്കി. എന്നിട്ട് പിന്നെ ഉസ്താദിനെ
അതിനുശേഷം ഇവരും ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇവർ ചിന്തിച്ചു, എനിക്ക് തന്ന ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ ഈ ദീനിനെ പറ്റി ഞാനും ചിന്തിക്കേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അവർ ചിന്തിച്ചു. അങ്ങനെ പഠിച്ചു. അപ്പോൾ അവർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിലെത്തി. അതവർ ലോകത്തോട് പറഞ്ഞു. അങ്ങനെയാണ് മദ്ഹബുകൾ ഉണ്ടായിട്ടുള്ളത്. അവര് മതം രൂപീകരിച്ചതല്ല. അതുകൊണ്ട് ഈ മദ്ഹബുകൾ ഉണ്ടായതുപോലെ 4 മദ്ഹബുകളും നമ്മൾ അംഗീകരിക്കുന്നത് പോലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾക്കപ്പുറം ഏകാഭിപ്രായമുള്ള ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം രണ്ടഭിപ്രായമുള്ള മസലകളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്തുന്ന പ്രസ്ഥാനമല്ല. ഇതാണ് എനിക്ക് ഒന്നാമതായിട്ട് ആ ഇനത്തിൽ പറയാനുള്ള കാര്യം. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം രണ്ടഭിപ്രായങ്ങളുള്ള ഒരുപാട് മസലകളുണ്ട്. കൈ എവിടെ കെട്ടാം എന്നതിനെപ്പറ്റി നമുക്ക് അങ്ങനെ രണ്ടഭിപ്രായമുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ടാകാം. വേറെ പല വിഷയങ്ങളിലും രണ്ടഭിപ്രായങ്ങളുണ്ട്. ഈ രണ്ടഭിപ്രായങ്ങളുള്ള ഫിഖിന്റെ മസലകളെ വിശകലനം നടത്തിയിട്ട് അതിലൊരഭിപ്രായത്തെ ബലപ്പെടുത്തുക. ആ അഭിപ്രായം ശരിയല്ല, ഈ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്ന് സ്ഥാപിക്കുക. അതിനു വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യുക, അത് തന്നെ ഒരു മുഖ്യ വിഷയമാക്കി എടുക്കുക. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയല്ല. ജമാഅത്തെ ഇസ്ലാമി അതിനേക്കാൾ പ്രധാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് ഏകാഭിപ്രായമുള്ള വിഷയങ്ങൾ മുസ്ലിം സമൂഹത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്ന ഒരു മുഖ്യ ദൗത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുവെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ഉണ്ടാകുന്ന വിശാലതയിൽ മറ്റും വിശാലതയും അതിലുണ്ടാകുന്ന വിട്ടുവീഴ്ചയും അതൊരിക്കലും തന്നെ സുന്നത്തിന് വിരുദ്ധമായതോ അഴകുഴമ്പനോ ആയ നിലപാടല്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് രണ്ടഭിപ്രായങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്താനല്ല, മുസ്ലിം ഉമ്മത്തിന് ഏകാഭിപ്രായമുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനും പ്രയോഗത്തിൽ വരുത്തുവാനുമാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മുസ്ലിം സമൂഹത്തിന് ഏകാഭിപ്രായമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന് ഇസ്ലാം സമഗ്രമാണ്. ഇന്നിപ്പോ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇസ്ലാം സമഗ്രമാണ് എന്നെല്ലാവരും പറയുന്നു. ഇസ്ലാമിന്റെ സമഗ്രത ഇത് ഒരു 25 അല്ലെങ്കിൽ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെ ഇങ്ങനെ സമഗ്രം എന്ന് നിങ്ങൾക്ക് എല്ലായിടത്തും കേൾക്കാൻ കഴിയുമായിരുന്നോ? ഒരിക്കലുമില്ല. ഇസ്ലാമിനെ പറ്റി സമഗ്രം എന്ന പ്രയോഗം തന്നെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. സംശയമുള്ളവർ കേരളത്തിന്റെ ഒരു 30 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കേരളീയ സമൂഹത്തിന്റെ രചനകളും അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളും ഒക്കെ എടുത്ത് പരിശോധിക്കട്ടെ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാമിന്റെ സമഗ്രത എന്നത് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊരാൾക്കും ഇന്നെതിരെ അഭിപ്രായമില്ല. അപ്പൊ ഈ ഏകാഭിപ്രായമുള്ള വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം സമഗ്രം എന്ന് പറയുകയും എന്നിട്ട് ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷം മേഖലകളിലും ഇസ്ലാം അല്ലാത്തതിനു വേണ്ടി പണിയെടുക്കുകയും പണമൊഴുക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. മുസ്ലിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിനുള്ള വിധേയത്വത്തിന്റെ വഴിയിലേക്ക് വരണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഇത് ഏകാഭിപ്രായമുള്ള വിഷയമാണ്, ഇതിൽ ഭിന്നതയില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യ വിഷയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പ്രസ്ഥാനത്തെ പഠിക്കാം. ഇതൊരു മദ്ഹബി പ്രസ്ഥാനമാണെന്നോ ഇത് വേറേതോ ഒരു പുതിയ വാദഗതി സ്ഥാപിക്കാനുള്ള സംഘമാണെന്നോ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ലെന്നുള്ള ഒരു വസ്തുത ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെയുണ്ട്. അതായത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതപണ്ഡിതന്മാരും അതുപോലെയുള്ള ആളുകളും ഇന്ന് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതു വഴിക്കാണ് എന്ന് സാധാരണക്കാർ ചിന്തിക്കണം. ഈ സമുദായത്തിന് ഇന്നത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഈ മതപണ്ഡിതന്മാർ ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന വഴിയെ പോയാൽ സാധ്യമാണോ? രക്ഷപ്പെടാൻ കഴിയുമോ? ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ കുറെ പ്രതിസന്ധികളെ പറ്റി ഞാൻ ഇടയ്ക്കെന്റെ സംസാരത്തിൽ പറഞ്ഞു. ഇതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു സമൂലമായ ഒരു അഴിച്ചുപണി സാധ്യമാകണം. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. അങ്ങനെ സമൂലമായ ഒരു അഴിച്ചുപണി സാധ്യമാകണമെങ്കിൽ ഇസ്ലാമിനെ പരിപൂർണമായി പഠിക്കുവാനും അങ്ങനെ തന്നെ അത് ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കണം. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത് പറയുന്നത് എന്നതുകൊണ്ട് എതിർത്തേ തീരൂ എന്ന രീതിയിൽ ഒരു കാര്യത്തെയും നമ്മൾ കാണാൻ പാടില്ലാത്തതാണ്. തുറന്ന മനസ്സോടെ എന്തിനേയും കേൾക്കാനും പഠിക്കാനുമുള്ള ആഹ്വാനമാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. അതാണ് മഹാന്മാരുടെ പാരമ്പര്യം, അതാണ് ശരിയായ രീതി. ആ രീതിയിലൂടെയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ പോയത്. അതുകൊണ്ടാണ് അവർ വിജയത്തിന്റെ വഴിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് വിജയത്തിന്റെ വഴി എന്ന് പറയുന്നത് കാര്യങ്ങളെ തുറന്ന മനസ്സോടെ
പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള സന്നദ്ധതയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും തുറന്ന മനസ്സോടെ നിങ്ങൾ പഠിക്കുന്ന പക്ഷം ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെയുള്ള ഒരു ജീവിതക്രമമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരാൾക്കും ആ കാര്യത്തിൽ സംശയമുണ്ടാകുകയില്ല. അവിടുന്ന് മതപണ്ഡിതനായിരുന്നു, അവിടുന്ന് പ്രഭാഷകനായിരുന്നു, അവിടുന്ന് പള്ളിയിലെ ഖത്തീബും ഇമാമുമായിരുന്നു, അവിടുന്ന് പടക്കളത്തിൽ പോരാളിയായി ഇറങ്ങി രംഗത്ത് വന്നിരുന്നു, അവിടുന്ന് ഭരണാധികാരിയായിരുന്നു, അവിടുന്ന് നിയമനിർമ്മാതാവായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മനുഷ്യ സമൂഹത്തിന് നേതൃത്വം നൽകാൻ ആ പ്രവാചകന് സാധിച്ചുവെങ്കിൽ അതാണ് വഴി, അത് മാത്രമാണ് വഴി. ആ വഴിയിൽ നിന്ന് നിങ്ങൾ സഞ്ചരിച്ച അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എന്റെ വഴി, ഈ ഒരു വഴിയെ നിങ്ങൾ പിൻപറ്റണം. നിങ്ങൾ പല വഴികളെയും പിന്തുടരരുത്. വലാ തത്തബിഉ സുബൽ, നിങ്ങൾ പല വഴികളെയും പിന്തുടരരുത്. അങ്ങനെ സംഭവിച്ചാൽ നേർവഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞു പോകും. പല വഴിയെയും നിങ്ങൾ പിന്തുടർന്നാൽ ആ പല വഴികളും ഉണ്ടാകും, അതോടൊപ്പം നേർവഴിയും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. അതെയോ അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ നേർവഴിയിൽ നിന്ന് അകന്ന് ബഹുദൂരം അകന്നു പോകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പൂർണ്ണ മനസ്സാ, ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്, പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ഏറ്റെടുക്കുക എന്ന ഒരു പ്രയോഗം. അത് വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. അങ്ങനെ ഈ ദീനിനെ നിങ്ങൾ നെഞ്ചിലേറ്റണം. അങ്ങനെ ഈ ഇസ്ലാമിക ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇസ്ലാമിക അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടും അവന്റെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ടുമല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാവുകയില്ലെന്ന് മുസ്ലിം സമൂഹത്തിന് ബോധ്യമുണ്ടാവുകയും രക്ഷയുടെ ഈ മാർഗം മാനവ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം മതവിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലുമൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഖുർആനികമായ ആ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളും നിരൂപണങ്ങളും വിമർശനങ്ങളും നിലപാടുകളും ഉണ്ടല്ലോ, അതാരെങ്കിലും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതുകൊണ്ടോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവനെ കാടടച്ചു വെടിവെക്കുന്നു എന്നതുകൊണ്ടോ ഒരിക്കലും തന്നെ കെടുത്തിക്കളയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവരല്ലാഹുവിന്റെ വെളിച്ചത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നുവെന്ന്. പക്ഷേ അള്ളാഹു അവന്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവനിഷേധികളും ബഹുദൈവ വിശ്വാസികളും എത്ര തന്നെ അതിനെ വെറുത്താലും ശരി എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഒരു താക്കീതുണ്ട്. അപ്പൊ ഖുർആനിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആത്മാർത്ഥമായി ബോധ്യമുള്ള തെറ്റായ ഒരു കാര്യവും ആ അർത്ഥത്തിൽ സ്വന്തം നിലക്ക് ചെയ്യുന്നില്ലെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനേൽപ്പിച്ച പണിയാണ് ഈ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പണി പോലെ അവർ രണ്ട് ദൗത്യം നിർവഹിച്ചതായി നിങ്ങൾക്ക് കാണാം. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം ജനങ്ങളോടുള്ള പൊതുവായ ഒരു ഉത്ബോധനമാണത്. ആ രണ്ടാമത്തെ ഒരു വശം, അവരവർ ജീവിക്കുന്ന നാട്ടിലെ പ്രതിസന്ധികളോട് അവർ നേർക്കുനേരെ ഏറ്റുമുട്ടി. അത് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ, ഹൂദ് സാലിഹ് പോലെയുള്ള അലൈഹിസ്സലാത്തു വസ്സലാം ഇതുപോലെയുള്ള പ്രവാചകന്മാർ ആ നാട്ടിലെ ധൂർത്തന്മാരും പങ്കച്ചക്കാരും അഹങ്കാരികളും തമ്മാടികളും താന്തോന്നികളുമായ ആളുകൾക്ക് നേരെ വിരലുയർത്തി. ഓരോ പ്രവാചകന്റെയും ദൗത്യം വ്യത്യസ്തം. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം ഒന്നും. ഇത് നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പൊ പ്രവാചകന്മാരുടെ ദൗത്യത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ മൗലികമായ ചില അടിസ്ഥാനങ്ങൾ. രണ്ടാമത്തത്, ഓരോ പ്രവാചകനും ഏറ്റെടുത്ത പ്രാദേശികമായ പ്രശ്നങ്ങളും സംഭവങ്ങളും. ഇതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യവും. ഒന്ന്, എല്ലാവരോടും ഒരുപോലെ ഞങ്ങൾക്കുള്ള പൊതുവായ പ്രബോധനമാണ്. രണ്ടാമത്തത്, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളും അതിനെതിരിലുള്ള നിലപാടുകളുമാണ്. ഇത് രണ്ടും വിശുദ്ധ ഖുർആനിലെ പ്രവാചക പ്രബോധനത്തെ പറ്റി പഠിച്ചാൽ, പ്രവാചകന്മാരുടെ പ്രബോധനത്തെ പറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ആ വഴിയാണ് ഞങ്ങളുടേത് എന്നതുകൊണ്ട്, അതിൽ നിന്നാണ് ഞങ്ങൾ ഊർജം സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട് അങ്ങനെ ഓലപ്പാമ്പുകൾ കണ്ടാൽ തളരുന്നതോ തകരുന്നതോ ആയ ഒന്നല്ല ആദർശ വിപ്ലവ പ്രസ്ഥാനം എന്ന
അതിന്റെ ആ ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ധൈര്യത്തിന്റെ മുമ്പിൽ നമ്രൂദിന്റെ അഗ്നികുണ്ഡങ്ങൾ അണഞ്ഞുപോയതും, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിപ്ലവാവേശത്തിന്റെ മുമ്പിൽ ചെങ്കടലിന്റെ മഹാപ്രവാഹം, അണമുറിയാത്ത മഹാപ്രവാഹം നിലച്ചുപോയതും, ഇബ്രാഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനികമായ ആവേശത്തിന്റെ മുമ്പിൽ കിസ്റ കൈസർ കോട്ടകൾ കിടുകിടാ വിറകൊണ്ടതും നിങ്ങൾ കണ്ടുവെങ്കിൽ ഈ ചരിത്രം ഇനിയും ആവർത്തിക്കും. ഈ വിപ്ലവ സംഘം മുന്നോട്ട് പോകും. അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിന്റെ നിർമ്മിതിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം ആരെതിർത്താലും സമാധാനപരമായ അതിന്റെ വഴിയിലൂടെ, ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ജനങ്ങളിൽ ഞങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിലും പൊറുതിമുട്ടിയ ജനം ഒരു നാൾ ഇതിനെ നെഞ്ചിലേറ്റും. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്ത് അള്ളാഹുവിന്റെ വചനം ഉയരുന്നതിൽ എന്റെയും പങ്കുണ്ടായിരുന്നു എന്ന് സമാധാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ, നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ നിങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ പ്രബോധക സംഘം മുന്നോട്ട് പോകുമെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാവിധത്തിലുള്ള ബലാലു മുസീബത്തുകളെയും സർവശക്തനായ നാഥൻ തട്ടിമാറ്റി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മുൻഗാമികളെയും എല്ലാം മുൻഗാമികളോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.